തെരഞ്ഞെടുപ്പിൽ CPM-നാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് പാലക്കാട് കണക്കുകൾ നോക്കും. അതിനകത്ത് റസാഖ് വന്നിറങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പറയേണ്ട കാര്യമില്ല. അതിലെ കണക്ക് എന്താണ്? കഴിഞ്ഞ അതായത് അസിത പറഞ്ഞത് NMR റസാഖ് വന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ എങ്ങനെ വരും? അങ്ങനെയല്ല. അല്ല പിന്നെ അല്ല NMR റസാഖ് നിർത്തിയതിന് CPM പറയുന്ന ന്യായമാണ് ഞങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ. സമാനമായ ആരോപണം ന്യൂനപക്ഷ സമുദായ അംഗമല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ VS സുനിൽകുമാറിനെയൊക്കെ പോലെയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും മത്സരിക്കുന്നിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് CPIക്ക് ആത്മാർത്ഥതയില്ല, LDFന് ആത്മാർത്ഥതയില്ല എന്നൊക്കെ അന്ന് വലിയ വിമർശനം വന്നതാണ്. പക്ഷെ അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്തായി? അന്ന് P. ബാലചന്ദ്രൻ ഈ മണ്ഡലത്തിന് പുറത്തൊന്നും അങ്ങനെ അറിയപ്പെടുന്ന ഒരാളുമായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയ കാരണം എന്തറിയോ, ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് അവിടെ സജീവമാണ്. കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. കുറച്ചുകൂടി അടക്കി പിടിച്ച് പറഞ്ഞ എന്റെ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ ഈ ബാലചന്ദ്രൻ അന്ന് ASFന്റെ ഒരു ലീഡറും CPIയിൽ തന്നെ വളരെ സമുന്നതനായ തൃശ്ശൂർ ഏരിയയിലെ ഒരു നേതാവ്. ബാലചന്ദ്രനെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന് പുറത്തേക്കാണ്. തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ആള് തന്നെയാണ്. അല്ല ദിലീപ് പറയാൻ വന്നത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും നിർണ്ണയിക്കുന്നതുമൊക്കെ പല ഘടകങ്ങൾ കണക്കിലെടുത്തായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കും. സമർപ്പണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഏറ്റവും ദുർബലനായ ഒരു വോട്ടും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന പ്രചരണത്തിൽ നിന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനായി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്നതിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ റസാഖിന് അപ്പോൾ അവിടെ എന്തൊക്കെയോ സ്വാധീനമുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ സമീകരിക്കും റസാഖ് എന്നുള്ളത് എന്റെ വെർഷൻ അല്ല ഗോപി, അത് പൂർണ്ണമായും തെറ്റാണ്. ഞാനല്ല അങ്ങനെ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വാദമാണത്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി BJP ജയിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടിയുണ്ട് സ്കേൻ, രമേശ് പിഷാരടിയുടെയും റസാഖിന്റെയും രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഒരാൾ മറ്റേയാളെക്കാൾ ഭേദമാണെന്ന് പറയാനില്ല. രമേശ് പിഷാരടി ഒരു അഭിനേതാവാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ ആ നിലയിൽ ഒരു ഫേസ് രമേശ് പിഷാരടിക്ക് കേരളത്തിലുടനീളമുണ്ട്. പക്ഷേ റസാഖിന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് അവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആ നിലയിൽ വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും തമ്മിൽ ഞാൻ അതാണ് SKN പറഞ്ഞത്. ഇപ്പോൾ ഫലം വരും. ഞാൻ റസാഖ് ജയിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പറയാൻ ആളല്ല. ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും അക്കൗണ്ടബിലിറ്റി വേണ്ടി വരും. കാരണം നമ്മൾ ഇതേ ചാനലുമായിട്ട് ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസവും നമ്മൾ നിൽക്കും. റസാഖ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നതിനെ കുറിച്ചല്ല ഇതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ നിന്ന മണ്ഡലങ്ങളിലെല്ലാം കാര്യമായി വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാലക്കാട് പോലുള്ള പ്രസ്റ്റേജ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയുടെ ലെവലിലേക്ക് ഇദ്ദേഹം ഉയരുമെന്ന റസാഖും എത്തിയിട്ടില്ല, രമേശ് പിഷാരടിയും എത്തിയിട്ടില്ല. കോൺഗ്രസ്സുകാരുടെ തലവേനയല്ലേ അത്? ഞാൻ ചോദ്യം അല്ല, രമേശിനെ നമുക്ക് സെപ്പറേറ്റ് ചർച്ച ചെയ്യാം. അതല്ല, CPM-ന്റെ ഈ റസാഖിന് എത്തിയിട്ടില്ല. ഓക്കെ, ആഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.